ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്ററാണ് ജോമെട്രി ആൻഡ് ആൾജിബ്രയിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. എനിക്ക് തോന്നുന്നു 22 അങ്ങോട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ വർഷം വരാൻ സാധ്യതയുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഒരു പ്രത്യേകത, ഈ പാഠത്തിൽ കുറച്ച് ഫോർമുലാസ് ഉണ്ട്. സിമ്പിളായിട്ടുള്ള ഫോർമുലാസ് ആണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ. ഓർത്തിരിക്കാൻ പാടുള്ള ഫോർമുലാസ് ഒന്നുമല്ല, സിമ്പിൾ. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാവേ. Find the midpoint of the line segment joining the points 3, 0, -1, 4. മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുമില്ല, മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് എഴുതുക? മിഡ് പോയിന്റിന്റെ ഫോർമുല എഴുതുക. മിഡ് പോയിന്റ് ഇസ് ഈക്വൽ ടു x1 പ്ലസ് x2 ബൈ 2, then y1 പ്ലസ് y2 ബൈ 2. ഇതാണ് ഫോർമുല. നമുക്ക് തന്നിരിക്കുന്ന ലൈൻ, ഞാൻ ആ ലൈൻ കൊണ്ടൊന്ന് വരയ്ക്കാം. ഇതാണ് ലൈന്. നമുക്ക് എ ബി എന്ന് പേരൊക്കെ കൊടുത്തു. ഇത് 3, 0. ഈ പോയിന്റ് എത്രയാണ്? 3, 0. ഇത് -1, 4. നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഇതാണ് നമ്മുടെ x1, y1, x2, y2. ഇതൊക്കെ അറിയാമല്ലോ. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഒക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ? എക്സും വൈയും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഗ്രാഫിലൊക്കെ നിങ്ങൾ വരച്ചിട്ടുമുണ്ട്. അപ്പം ഇതാണ് സിമ്പിളായിട്ട്. ഇനി ഈ ഫോർമുലക്കകത്തോട്ട് തന്നിരിക്കുന്ന വാല്യൂസ് അപ്ലൈ ചെയ്യുക. ഇസ് ഈക്വൽ ടു, ആദ്യം എന്നാണ് x1 എത്രയാണ്? 3 പ്ലസ് x2 എത്രയാ? പ്ലസ് അല്ല, -1 ബൈ 2. ഓക്കെ, ദെൻ ഇനി അടുത്ത തന്നെ y1 0 പ്ലസ് y2 എത്രയാണ്? 4 ബൈ 2 ഇസ് ഈക്വൽ ടു, ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ 3 - 1 എത്രയാണ്? 2 ബൈ 2. ഇതെത്ര? 0 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 4 ബൈ 2. 2 2 ക്യാൻസൽ ആയി 1. ഇവിടെ എത്ര വരും? 2 ഇസ് ഈക്വൽ ടു, ഇവിടെ ആൻസർ 1, ഇവിടെ 2. അപ്പം മിഡ് പോയിന്റ് ഇസ് ഈക്വൽ ടു എത്രയാണ്? മിഡ് പോയിന്റ് ഓഫ് ദി ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 3, 0, -1, 4 എന്നുള്ളതിന്റെ ആൻസർ 1, 2 ആണ്. സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഫോർമുല ഒന്ന് ഓർത്ത് വെച്ച്. സിമ്പിൾ ആയിട്ട് ഫോർമുല x1 പ്ലസ് x2 ബൈ 2, y1 പ്ലസ് y ബൈ 2, y1 പ്ലസ് y2 ബൈ 2 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് 2 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, എല്ലാവരും ഇത് പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കാം. താങ്ക് യു.